Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today in this lecture, we will be discussing about the classification of products. Classification of products can be done on the basis of different factors. At first, on the basis of tangibility. Tangible products, those which can be touched, seen or smelled. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഓരോ ബേസിസിനാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ഓൺ ദ ബേസ് ഓഫ് ടാൻജിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ടാൻജിബിലിറ്റിയുടെ ബേസിൽ ടാൻജിബിൾ പ്രോഡക്ട്സ് എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ടാൻജിബിൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള പ്രോഡക്റ്റ്. നമുക്കൊരു പ്രോഡക്റ്റിനെ തൊടാനോ കാണാനോ സ്മെല്ല് ചെയ്യാനോ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ടാൻജിബിൾ പ്രോഡക്ട്സ് എന്ന് പറയുക. They are further classified into durable goods. These are tangible goods that serve many uses. Example, refrigerators, furnitures, TVs, clothes, etc. are durable goods. ഡ്യൂറബിൾ ഗുഡ്സ് നമ്മൾ ടാൻജിബിൾ ഗുഡ്സിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുകയാണ് ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന്. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് തന്നെ ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുക. എക്സാമ്പിൾ റെഫ്രിജറേറ്റർ, ഫർണിച്ചർ, TV, ക്ലോത്ത്സ് എന്നിവയുള്ള പ്രോഡക്ട്സ് ഒക്കെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്നത്. Non-durable goods, these are also tangible goods which normally serve one or few uses. Examples are soap, salt, toothpaste, etc. These are goods used fast and purchased frequently. Hence, these goods can be called as fast-moving consumer goods or FMCG products. ടാൻജിബിൾ പ്രോഡക്ട്സിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂസ് അല്ലെങ്കിൽ ഒരു മിനിമം യൂസ് ഉള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ സോപ്പ്, സോൾട്ട്, ടൂത്ത്പേസ്റ്റ് എക്സെട്ര ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപയോഗിക്കുകയും പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ FMCG പ്രോഡക്റ്റ് എന്ന് പറയാം. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന നിലയിലുമാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സിനെ അറിയപ്പെടുന്നത്. On the base of tangibility നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് tangible products and intangible products. Intangible products are benefits or satisfaction or consideration that are offered for sale and are satisfying human wants. Examples are haircuts, repairs, medical treatments, etc. ഇൻടാൻജിബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത പ്രോഡക്റ്റ്. അതായത് മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ്, നമ്മുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻടാൻജിബിൾ പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു സേവനം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കാര്യം ചെയ്തു കൊടുക്കുക, ഇതൊക്കെയാണ് സർവീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വൈസ് ഒരു ഹെയർ കട്ട്, ഒരു കസ്റ്റമറിന് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്, റിപ്പയർ, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻടാൻജിബിൾ പ്രോഡക്റ്റ് എന്ന ഹെഡിനണ്ടറിൽ വരുന്നത്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ടാൻജിബിലിറ്റി എ പ്രോഡക്റ്റ് ക്യാൻ ബി divided into tangible product and intangible product. Tangible products are further divided into durable products and non-durable products. On the base of purpose of purchase, products can be classified. First, consumer goods. These are the goods purchased for the final consumption. These are marketed to households and ultimate individual consumers. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നത് അതിൻ്റെ എൻഡ് കൺസ്യൂമറിലേക്കാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ആ പ്രോഡക്റ്റ് മേടിക്കുന്ന ആൾ അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി മേടിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയും. These are further divided on the basis of consumer buying behavior and attitude. They are convenient goods. These are the goods bought frequently and immediately by the customer within minimum shopping efforts. Examples are grocery, newspapers, soap, etc. The purchase of them cannot be postponed or they are not purchased much in advance of consumption time. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ അകത്ത് വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന, ഫ്രീക്വൻ്റ്ലി പർച്ചേസ് ചെയ്യുന്നതും ഒരു കസ്റ്റമറിന് മിനിമം എഫേർട്ട് എടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനെയാണ് നമ്മൾ കൺവീനിയൻറ്റ് ഗുഡ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഗ്രോസറീസ്, ന്യൂസ് പേപ്പേഴ്സ്, സോപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്യും. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ കൂടുതൽ എഫേർട്ട് ഇടാതെ നമ്മളത് പർച്ചേസ് ചെയ്യും. ഒരിക്കലും അത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കില്ല. അത് മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള കാര്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് മേടിച്ച് വെക്കാറുമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ
നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് കടയിൽ പോയി മേടിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ കൺവീനിയൻറ്റ് ഗുഡ്സ്. നമ്മുടെ ഒരു കൺസ്യൂമറിന്റെ കൺവീനിയൻസ് അനുസരിച്ച് ആ ഗുഡ്സിനെ പർച്ചേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ കൺവീനിയൻറ്റ് ഗുഡ്സ് എന്ന് പറയും. കൺവീനിയൻറ്റ് ഗുഡ്സിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റേപ്പിൾ ഗുഡ്സ്. These are the goods purchased by consumers on regular basis. ഒരു കൺവീനിയൻറ്റ് ഗുഡിനെ നമ്മൾ റെഗുലറായി പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റേപ്പിൾ ഗുഡ്സ് എന്ന് പറയുക. ഇമ്പൾസ് ഗുഡ്. These goods are purchased by consumers without any planning or searching efforts. ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ വേണമെന്ന് ഉദ്ദേശിച്ച് പർച്ചേസ് ചെയ്യുന്നതല്ല. ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബില്ല് പേ ചെയ്യാൻ വരുന്ന സമയത്ത് ആ ഒരു ബില്ലിംഗ് കൗണ്ടറിൽ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കത് വേണമെന്ന് വിചാരിച്ചല്ല നമ്മൾ ചില സമയത്ത് അത് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറയാം. എമർജൻസി പ്രോഡക്ട്സ്. These goods are purchased by the consumers for meeting urgent needs. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ എമർജൻസി ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കൺവീനിയൻസ് ഗുഡ്സ്. ആ കൺവീനിയൻസ് ഗുഡ്സിനെ തന്നെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തേക്കുന്നു. സ്റ്റേപ്പിൾ ഗുഡ്സ്, ഇമ്പൾസ് ഗുഡ്സ് ആൻഡ് എമർജൻസി ഗുഡ്സ്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഷോപ്പിംഗ് ഗുഡ്സ്. These are the goods purchased after comparative analysis of quality, price, brand, warranty, etc. of competitive products. Example, television, furniture, shoes, scooter, etc. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ ആ സിമിലർ പ്രോഡക്ട്സ് തമ്മിലുള്ള ക്വാളിറ്റി, പ്രൈസ്, ബ്രാൻഡ്, വാറണ്ടി ഇതെല്ലാം കമ്പയർ ചെയ്ത് ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു TV പർച്ചേസ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു കടയിലേക്ക് കയറി ചെന്നത് പർച്ചേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു കടയിൽ പോയി ഒരു പ്രോഡക്റ്റ് കണ്ടു, മറ്റൊരു പ്രോഡക്റ്റ് സിമിലർ പ്രോഡക്റ്റിനെ കണ്ടു, നമ്മൾ കമ്പയർ ചെയ്തു, ഏതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കി, പലരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്തു. ഇത്തരത്തിലെല്ലാം പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയാം. Specialty goods. These are goods that are unique in nature and hold special importance to the consumer. The buyer usually has knowledge about the product and desires them because of strong interest. Jewelry, car, etc. are examples. Specialty goods. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാവിധ നോളജും വെച്ചുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റിനെ മേടിക്കണം എന്നൊരു ആഗ്രഹത്തോടെ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുക. has knowledge about the product and desires them because of strong interest. ആ ഒരു പ്രോഡക്റ്റിനോടുള്ള നോളജും ആ പ്രോഡക്റ്റ് മേടിക്കാനുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ട് മേടിക്കുന്ന പ്രോഡക്ട്സിനെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുക. എക്സാമ്പിൾ ജുവലറി, കാർ. ഒരു ജുവലറി ആയാലും ഒരു കാർ ആയാലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ആ പ്രോഡക്റ്റിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുക. Unsought goods. These are the goods that consumers do not know about or do not normally think of buying. The best example of unsought goods are life insurance policies, investment schemes of investment companies, etc. Unsought goods എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ മേടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നോർമലി ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് മേടിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ആലോചന ഒരു കൺസ്യൂമറിന്റെ മൈൻഡിലേക്ക് വരില്ല. എക്സാമ്പിൾ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പോളിസി. പെട്ടെന്ന് ആർക്കും സ്വമേധയാ എടുക്കാൻ താല്പര്യമില്ലാത്തൊരു പ്രോഡക്റ്റാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു മാർക്കറ്ററിന്റെ ആ ഒരു മാർക്കറ്റിംഗ് സ്കില്ലെല്ലാം കൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിനാണ് നമ്മൾ അൺസോട്ട് ഗുഡ്സ് എന്ന് പറയുക. അണ്ടർ കൺസ്യൂമർ ഗുഡ്സിൻ്റെ അകത്ത് വരുന്നതാണ് കൺവീനിയൻറ്റ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആൻഡ് അൺസോട്ട് ഗുഡ്സ്. On the base of purpose of purchase, products are classified into consumer goods and industrial goods. Industrial goods are those goods purchased by individuals and organizations for further processing or for use in conducting business. നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ എൻഡ് കൺസംഷന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഫർദർ അത് മറ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, അതായത് റോ മെറ്റീരിയൽ എന്ന നിലയിലേക്കാണ് നമ്മൾ ഈ പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്നത്. എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് മേ ബി ആൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഓർ എ consumer product based on the purpose for which it is purchased. These are the goods not purchased for final use. Industrial goods include raw material, equipments, fabricating goods, etc. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻഡ് കൺസംപ്ഷന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുക. ഒരു റോ മെറ്റീരിയൽ ആയിട്ടോ എക്യുപ്മെൻ്റ് ആയിട്ടോ ഫാബ്രിക്കേറ്റിംഗ് ഗുഡ് ആയിട്ടോ ഒക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സിനെ കാണാറ്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓൺ ദ ബേസ് ഓഫ് ടാഞ്ചിബിലിറ്റി ആൻഡ് ഓൺ ദ ബേസ് ഓഫ് പർപ്പസ് ഓഫ് പർച്ചേസ്. രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. അതിൻ്റെ ഫർദർ സബ് ഡിവിഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ ഓരോ ക്ലാസിഫിക്കേഷൻസ് അണ്ടറിൽ വരുന്ന ഓരോ പോയിന്റും നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ.